ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും നമ്മുടെ ഈ ചുണ്ടിൻ്റെ എന്താ പറയുക ഈ ചുറ്റിനുള്ളൊരു കറുപ്പ്, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ഡിസ്കളറേഷൻ കളറേഷനൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആക്ച്വലി ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ഡിസ്കളറേഷൻ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെമഡിയാണ്. അതിലെനിക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 2-3 സാധനങ്ങൾ മാത്രം മതി. അപ്പം അതെന്താണെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം. പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. അതെന്ന് പറഞ്ഞാലേ നമുക്ക് വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മഞ്ഞളാണ്. ആക്ച്വലി ഇത് കസ്തൂരി മഞ്ഞളാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ചൂടാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എങ്കിലും അപ്പം കുറച്ചും കൂടെ നല്ലൊരു എന്താ പറയുക ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഹണിയാണ്. പ്യുവർ ഹണി കുറച്ച് മതി, കാര്യം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്ന കുറച്ച് റോസ് വാട്ടർ, ഇത്ര മതി. ഒരു ഫ്യൂ ഡ്രോപ്സ് ഒഴിച്ചു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം നല്ലൊരു എന്താ പറയുക ഒരു മറ്റേ എന്താ നമ്മുടെ ഒരു ഫേസ് സെറമൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഇങ്ങനെ കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹണി, റോസ് വാട്ടർ, ടർമറിക് പൗഡർ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളും. ഇത് നമുക്ക് ഈ ഒരു കറുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇത് തോന്നുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഫുള്ള് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിസ്കളറേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അവിടെയും യൂസ് ചെയ്യാം. സോ ഞാൻ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്തൊരു 10-15 മിനിറ്റ്സ് ഇരിക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകും. അതിന് ചെയ്യുമ്പോൾ വാഷ് ഓഫ് ചെയ്ത് കളയാം. ആക്ച്വലി ഇത് കുറച്ച് മിച്ചമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫേസിലോട്ട് ബാക്കി കൊണ്ട് ചെയ്യുവാണ്, തേക്കുവാണ്. ആക്ച്വലി ഇത് മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടോ. ബാക്കി മീൻസ് മഞ്ഞൾ അറിയാമല്ലോ, എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നമുക്ക് എന്താ സ്കിൻ ബ്രൈറ്റ് ആവാനും സ്കിൻ ഫെയർ ആവാനും ഒക്കെ മഞ്ഞൾ സഹായിക്കും. സോ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു 5 to 7 days വരെ ഇരിക്കും. പക്ഷേ ആക്ച്വലി ഇതൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ എന്തായാലും നമുക്ക് എൻ്റെ ഇത് കഴിഞ്ഞിട്ടോ, ആക്ച്വലി തീർന്നു. സോ ഇത് ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മൂക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര സിമ്പിളാണ്. ഇത് എന്താ പറയുക ഇത് നമുക്കൊരു ഡെയിലി വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 2 or 3 in a week ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഡിസ്കളറേഷൻ ഉള്ളിടത്ത് നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. 10-15 minutes ലീവ് ചെയ്യുക. ദെൻ വാഷ് ഇറ്റ് ഓഫ്. ഒരു 10 to 15 minutes വെക്കുക, ലീവ് ഇറ്റ്. ദെൻ ആഫ്റ്റർ 10-15 minutes വാഷ് ഇറ്റ് ഓഫ്. സോ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ വളരെ ഓർഗാനിക് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.